എല്ലാ വേർബും ഇതുപോലെ അല്ല. അപ്പോൾ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി എനിക്ക് പറയേണ്ടത് ഞങ്ങൾ ഊണ് കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കഴിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വേർബ് ഈറ്റ് എന്നാണ്. പക്ഷേ ഇതിൻ്റെ പാസ്റ്റ് ഫോം ഈറ്റഡ് അല്ല. ഇതാണ് ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത. കൃത്യമായിട്ടൊരു റൂളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല സമയത്തും പല റൂൾസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? വി എയ്റ്റ് ലഞ്ച്. ഊണ് എന്നുള്ളതിന് ലഞ്ച്. അപ്പോൾ വി എയ്റ്റ് ലഞ്ച്. പക്ഷെ ഒരു കാര്യം, ഈ ഊണ് കഴിക്കുക, ഭക്ഷണം കഴിക്കുക എന്നൊക്കെ ഉള്ളതിന് ഈറ്റ് എന്നുള്ളത് പോലെ തന്നെ നമുക്ക് ഹാവ് എന്ന വേർബും ഉപയോഗിക്കാം. അപ്പോൾ ഹാവ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ഫോം എന്താണ് നമ്മൾ അറിയണം. ഹാവിൻ്റെ പാസ്റ്റ് ഫോം ഹാഡ് ആണ്. എന്നാലല്ലേ കഴിച്ചു എന്ന് വരുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? വി ഹാഡ് ലഞ്ച്. ആദ്യം പറഞ്ഞു വി എയ്റ്റ് ലഞ്ച്, അത് ശരിയാണ്. വി ഹാഡ് ലഞ്ച് എന്നും പറയാം. അടുത്തത്, അവർ നേരത്തെ ഉറങ്ങി. അപ്പോൾ ഉറങ്ങുക എന്നുള്ളതാണ് വേർബ് സ്ലീപ്പ്. അതിൻ്റെ പാസ്റ്റ് ഫോം സ്ലീപ്ഡ് അല്ല, സ്ലെപ്റ്റ് ആണ്. അപ്പോൾ എന്ത് പറയും? ദേ സ്ലെപ്റ്റ് ഏർലി. നേരത്തെ എന്നുള്ളതിന് ഏർലി എന്ന് പറയാം. ദേ സ്ലെപ്റ്റ് ഏർലി. ഇനി അടുത്തത്, അവൻ ഇന്നലെ വന്നു. അപ്പോൾ വരിക എന്നുള്ളതിന് കം എന്നാണ് പറയുക. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, പാസ്റ്റ് ഫോമിന് ഇവിടെ ഇ ഡി ചേർത്താൽ പോരാ, കെയിം എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. അപ്പോൾ സെൻറ്റൻസ് എന്താവും? ഹീ കെയിം യെസ്റ്റർഡേ. അവൻ ഇന്നലെ വന്നു. അപ്പോൾ ഇതോ, റീന ഹോംവർക്ക് ചെയ്തു. അപ്പോൾ ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ഡു എന്നാണ് പറയുക. ചെയ്തു എന്നുള്ളതിനോ ഇ ഡി ചേർക്കുകയല്ല വേണ്ടത്, ഡിഡ് എന്ന് പറയണം. അപ്പോൾ സെൻറ്റൻസ് എന്താവും ഇംഗ്ലീഷിൽ? റീന ഡിഡ് ദ ഹോംവർക്ക്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മളിപ്പോൾ കണ്ട വാക്ക് ഡിഡ് എന്നതായിരുന്നു. പക്ഷേ ഡിഡിനെ പറ്റി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. പക്ഷെ അതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ആദ്യം കണ്ട വേർബ്സിൻ്റെ കാര്യത്തിലെല്ലാം നമ്മൾ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് ഫോം ചെയ്തത്? ഇ ഡി ചേർക്കുക ചെയ്തത് അല്ലേ? അപ്പോൾ അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. കണ്ടോ, വിസിറ്റഡ്, പ്ലേഡ്, കോൾഡ്, ക്രൈഡ്, പെയിൻറ്റഡ്, ഇവിടെ എല്ലാം നമ്മൾ ഇ ഡി ചേർത്തു. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഇങ്ങനെയുള്ള വേർബ്സിൻ്റെ കാര്യത്തിലൊക്കെ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യുന്നതെന്ന്. ഇ ഡി ചേർത്താൽ മതി. അപ്പോൾ ഇവർ നമ്മൾ ഒരു പേര് വിളിക്കും റെഗുലർ വേർബ്സ് എന്ന്. വെറുതെ ആ പേരൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്നത്, നമ്മൾ വേറെ കുറച്ച് വേർബ്സിനെ കണ്ടിരുന്നില്ലേ? അതിൻ്റെ കാര്യത്തിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്തത് ഇ ഡി ചേർത്തിട്ടല്ല അല്ലേ? നമുക്കവിടെ വേറൊരു വാക്ക് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വാക്കുകളെയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നോക്കൂ, ഈറ്റ് എയ്റ്റ്, ഡ്രിങ്ക് ഡ്രാങ്ക്, സ്ലീപ്പ് സ്ലെപ്റ്റ്. അതുപോലെ ഹാവ് എന്നുള്ളത് ഹാഡായി, ഡു എന്നുള്ളത് ഡിഡായി. അപ്പം ഇങ്ങനെയുള്ള വേർബ്സിന് നമ്മൾ ഇറെഗുലർ വേർബ്സ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇറെഗുലർ എന്ന് പറയുന്നത്? അവർക്കങ്ങനെ കൃത്യം ഒരു പാറ്റേൺ ഇല്ല. ഇ ഡി ചേർക്കുകയല്ലല്ലോ അവിടെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഓരോ വേർബിൻ്റെ കാര്യത്തിലും ഓരോ തരത്തിലാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്തത് അല്ലേ? അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും അവസാനം വന്ന വേർബിനെ കണ്ടോ, ഡു എന്നുള്ളത്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഡിഡ് ആണല്ലേ? അപ്പോൾ അതും പ്രവൃത്തിയെ കാണിക്കുന്നൊരു വാക്ക് തന്നെയാണ്. ഈറ്റ്, ഡ്രിങ്ക് ഒക്കെ പോലെ തന്നെ ഡു, ചെയ്യുക എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ഡിഡായി. പക്ഷേ ഈ ഡിഡ് എന്ന് പറയുന്നത് മറ്റ് വേർബുകളെ പോലെ ഒരു പ്രവൃത്തിയെ കാണിക്കുന്നൊരു വാക്ക് മാത്രമല്ല, അതിന് പ്രത്യേകിച്ച് ചില കഴിവുകളുണ്ട്. ഒരു സൂപ്പർ പവറുള്ള വേർബാണ് ഡിഡ്. അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്.